ഹായ് ഹലോ, നമ്മുടെ യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലെ ഒരു 7:30 ആയിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഏട്ടന് കൊണ്ടുപോകേണ്ട ചോറും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ കൊണ്ടുപോകാനുള്ള ചോറ് പൊതികെട്ടി വെക്കുവാണ്. അപ്പോൾ ഇന്ന് രാവിലെ 8 മണിക്ക് മോൾക്ക് ട്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ 7:45 കഴിയുമ്പോൾ ഏട്ടൻ പോകും. അപ്പോൾ ആ സമയത്ത് മോളെ അങ്ങോട്ട് ആക്കാമെന്ന് പറഞ്ഞ് അപ്പം അവൾ റെഡിയായിരിക്കും, ആഹാരമൊക്കെ കഴിച്ചിട്ട് റെഡിയായിരിക്കും. പക്ഷേ പോകുന്ന സമയമായപ്പോഴത്തേക്കും മഴയായി. മഴ തോന്നിട്ടിറങ്ങാന്ന് വെച്ചാൽ സമയത്ത് അവിടെ ചെല്ലാനും പറ്റത്തില്ല. അതുകൊണ്ട് അവർ കോട്ടും കുടയൊക്കെ ആയിട്ട് ഇറങ്ങി. അപ്പോൾ മോൾക്ക് കുറച്ച് വലുതാണെന്ന് പരാതി പറയുവാണേ. അങ്ങനെ ഇത് കണ്ടപ്പോൾ അല്ലുവിനും കൂടെ പോകണം, അവളും കരച്ചിലോടെ. അങ്ങനെ ഞാൻ കുടയെടുത്ത് കുറച്ച് നേരം അവർ പോകുന്നത് അവിടെ നിന്ന് കാണിച്ച്. പിന്നെ ഞങ്ങൾ തിരിച്ച് വന്ന് കുറച്ച് ജോലി ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ അത് ചെയ്ത് തീർത്തില്ലെങ്കിൽ ഇവൾ എപ്പോഴാണ് നിർബന്ധം തുടങ്ങുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ കയ്യിൽ നിന്ന് നിലത്തിറങ്ങത്തില്ല, നമുക്കൊരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നേരത്തെ അങ്ങ് ഒതുക്കാമല്ലോ. അപ്പോൾ ഈ തലേന്ന് തന്നെ കുറച്ച് മീൻ കിട്ടിയായിരുന്നു, നന്തലും ഒക്കെ. അപ്പോൾ അത് ഞാൻ അന്നേരം തന്നെ ക്ലീൻ ചെയ്തങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അതെടുത്ത് കറി വെക്കാനായിട്ട്, കുറച്ച് വറുക്കാനും കുറച്ച് കറി വെക്കാനുമായിട്ട് അങ്ങ് മാറ്റി വെച്ച്. അപ്പോൾ കറിക്കുള്ള തേങ്ങയെല്ലാം ഞാൻ മിക്സിയിൽ ആദ്യം തന്നെ അങ്ങ് അരച്ചെടുക്കുക. അപ്പോഴത്തേക്ക് ട്യൂഷന് പോയ മോളിങ്ങ് തിരിച്ചു വന്നു. കാരണം ഇന്ന് കൊല്ലം ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ധമായതുകൊണ്ട് സ്കൂളില്ല. അപ്പം 10 മണിക്കാണ് ട്യൂഷനെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചിഞ്ഞ് പോരുന്നു. അങ്ങനെ ഏട്ടൻ അവളെ കൊണ്ടാക്കിയിട്ട് വീണ്ടും തിരിച്ചു പോയി. അങ്ങനെ കറി ഞാനങ്ങ് അടുപ്പത്തോട്ടാക്കി. അതിനകത്ത് 2 പച്ചമുളകും കീറിയിട്ട് ചട്ടിയിലങ്ങ് അടുപ്പത്തോട്ട് വെച്ച് അതിരുന്ന് വേവുമ്പോഴത്തേക്കും ദോശ ഞാനിങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുക. കാരണം ഇവിടെ വേറെ ആരും ദോശ കഴിച്ചില്ലായിരുന്നു. ചേട്ടനും മോളും മാത്രമേ കഴിച്ചുള്ളൂ. അപ്പം ഇളയാൾക്ക് ഞാൻ ദോശ ചുട്ടങ്ങോട്ട് കൊടുത്ത് പഞ്ചസാര ഇട്ട് അവളുടെ കയ്യിൽ കൊടുത്ത് അവൾ തന്നെ കഴിച്ചോളും. അപ്പോൾ അയാളത് കഴിച്ച് തീർന്നിട്ട് വന്നേ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇനി ദോശ വേണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഞാൻ കഴിക്കത്തൊന്നുമില്ല, ചുമ്മാതെ ആ പഞ്ചസാരയുടെ ഇതുകൊണ്ട് ഒരെണ്ണം കഴിച്ചതാണ്. അപ്പോൾ ഞാൻ വീണ്ടും എന്നാൽ ദോശ ചുട്ടുതരാമെന്നും പറഞ്ഞൊരു ദോശയും കൂടെ ചുട്ടു കൊടുക്കുവാണ്. പക്ഷേ അതുകൊണ്ട് മൊത്തം കഴിച്ചതൊന്നുമല്ല, പകുതി അവിടെ വെച്ചിരിക്കുമായിരുന്നു. വടക്കംപുളി ഇട്ടാണ് മീൻകറി വെച്ചത്. അപ്പോൾ അതിന് 2-3 കഷ്ണം പുളി ഞാൻ കഴുകി കറിക്കകത്തോട്ടിട്ട്. കാരണം മാങ്ങയൊന്നുമില്ലല്ലോ, ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ കഴിഞ്ഞു. പിന്നെ ഇവിടെ മാങ്ങയില്ല താനും. ഈ സമയം അവിടെ അല്ലു ഭയങ്കര കുരുത്തക്കേട് കാണിക്കുവാണ്. അവളുടെ പൗഡറെല്ലാം തറയിലെല്ലാം തട്ടിയിട്ട് അത് വാങ്ങിച്ച് വെച്ചതിന് ആദ്യമേ അടിക്കുകയും നുള്ളിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞല്ലേ അവൾ, നമുക്ക് പറയാൻ മനസ്സിലാവുന്ന പ്രായമല്ലല്ലോ, പൊടിക്കുഞ്ഞല്ലേ. അങ്ങനെ അവൾ അതിന് പരാതി വന്ന് എൻ്റെ അടുത്ത് പറയാം, അമ്മ ഇവൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്ന്. അങ്ങനെ ഞാൻ ചുമ്മാതെ തമാശയ്ക്ക് അവളെ വഴക്ക് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നേ. ഇന്നലെ കുറച്ച് ഞണ്ടും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നേ കായലിൽ. അതും അപ്പുറത്തെ വലയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അവർ തന്നതാണ്. അപ്പോൾ അത് കുറച്ചുണ്ടായിരുന്നു, ഒത്തിരി വലുതല്ല, ചെറിയ ഞണ്ട്. അപ്പോൾ അതങ്ങ് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി വെക്കാമല്ലോ. കാരണം ഞണ്ട് വൃത്തിയാക്കാൻ ഇത്തിരി സമയമെടുക്കും. അപ്പോൾ ബാക്കി ജോലികളെല്ലാം ചെയ്ത് വെച്ചിട്ട് അവസാനം ഇത് ക്ലീൻ ചെയ്ത് കറി അങ്ങ് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അതിന് വേണ്ടി തന്നെ ആദ്യമേ തന്നെ ഇതെല്ലാം റെഡിയാക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ് ഞണ്ടും കൂടെ കറി വെച്ചാൽ ജോലി തീരും. അപ്പോൾ അതിന് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചത്. അപ്പോൾ ആ സമയം കൊണ്ട് മീൻ വറുക്കാനുള്ള എല്ലാം അരപ്പ് പുരട്ടി വെക്കാമെന്ന് വെച്ചു. നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും എല്ലാം ഇട്ട് ഞാൻ അതും പുരട്ടി അങ്ങ് മാറ്റി വെച്ച്. കാരണം അടുപ്പ് ഒഴിയുന്നതനുസരിച്ച് ഓരോന്ന് വെക്കാമല്ലോ അങ്ങോട്ട്. ഇത് കായലിലെ നന്തലാണേ, ചെറിയ ഇല മുള്ളി മീനാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ ഭയങ്കര പാടാണ്. പക്ഷേ നമുക്ക് പീര പറ്റിക്കാനും മുളകരച്ച് വെക്കാനൊക്കെ നല്ലതാണ്. പക്ഷേ സൂക്ഷിച്ച് കഴിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇതെന്ന് വെച്ചാൽ വറുക്കാനാണ് എടുക്കുന്നത്. അപ്പോൾ നല്ലോണം മൊരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല മുള്ളൻ്റെ ആ ഇതങ്ങ് മാറും, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ നന്തൽ കിട്ടുമ്പോൾ മിക്കവാറും വറുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഈ മീൻ ക്ലീൻ ചെയ്ത് എടുക്കാൻ ഭയങ്കര പാടാണ്. ചെറിയ മീനല്ലേ, അതിൻ്റെ കൂട്ടത്തിൽ മുള്ളും ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനിത് തന്നെ കുറേ സമയം എടുത്തിട്ടാണ് ക്ലീൻ ചെയ്തെടുത്തത്. അതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ ഇത് വാങ്ങാറുള്ളൂ ഇവിടെ. മീൻ പുരട്ടി വെച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഞണ്ടിനുള്ള സവാളയും തക്കാളിയും അതെല്ലാം അങ്ങ് അരിഞ്ഞ് വെച്ച്. അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ കറി തിളച്ച് വറ്റി റെഡിയായി വന്നു. അപ്പോൾ അത് ഓഫ് ചെയ്ത് വെച്ചിട്ട് ബാക്കി ദോശയും കൂടെ ചുട്ട് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു കഴിക്കാൻ. ഇപ്പോൾ ഒരു 9 മണി ആവുന്നതേ ഉള്ളായിരുന്നു. അപ്പോൾ പിന്നെ ദോശയും ഞാൻ കഴിച്ചു. അപ്പം അവളുമാർ 2 പേരും അവിടെ നിന്ന് മറ്റേ ഷുഗർ വെച്ച് ക്യാൻഡി മിഠായി ഉണ്ടാക്കത്തില്ലേ, അപ്പോൾ അതിന് വേണ്ടി കിടന്ന് പറയും, അമ്മ ഞാനൊന്ന് ഉണ്ടാക്കട്ടെ, ഞാൻ അന്ന് പറഞ്ഞ് പറ്റത്തില്ല. കാരണം ഇന്നാളും കുറേ പഞ്ചസാര എടുത്തിങ്ങനെ ചൂടാക്കി മൊത്തം കരിച്ച്
അത് മൊത്തം നാശമായി പോയായിരുന്നു. അപ്പോൾ അമ്മ ഇപ്പോൾ അതുപോലെയല്ല, ഇപ്പം നല്ലോണം ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് വന്നത്. ഞാൻ പറഞ്ഞ് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞു വിട്ട്. ഇനിയിപ്പോൾ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ട്യൂഷന് പോകണമല്ലോ. നമ്മളീ പറയുന്നതൊക്കെ വെറുതെയാണ്. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും, ഞാൻ ഒന്ന് ഉണ്ടാക്കട്ടെ എന്ന്. കാരണം നമ്മളിനി എത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും അന്നേരം ഒന്ന് കേട്ടിട്ട് വീണ്ടും വന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ഇതുപോലുള്ളവർ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഇങ്ങനെയുള്ള ആൾക്കാർ. പിന്നെ ഞാൻ ദോശയൊക്കെ കഴിച്ചിട്ട് പാത്രങ്ങളെല്ലാം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങളെല്ലാം കഴുകി ക്ലീനാക്കി വെച്ചിട്ട് പിന്നെ മീൻ വറുക്കാനായിട്ടങ്ങ് വെച്ച്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ മോളെ അച്ഛൻ ട്യൂഷനും ഉണ്ടാക്കാൻ പോയി. പിന്നെ ഞാൻ മീനെല്ലാം വറുത്ത് മാറ്റിയിട്ടാണ് പിന്നെ ഞണ്ട് വൃത്തിയാക്കാനായിട്ട് നിന്നത്. ഇത്രയും ഞണ്ടല്ല കേട്ടോ, അതിൽ കുറച്ചും കൂടെ പിന്നെയും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ നല്ലോണം ക്ലീനാക്കി, കൈയെല്ലാം മുറിഞ്ഞ് ഒരുവിധം എന്തായാലും നന്നായിട്ട് ക്ലീനാക്കി എടുത്ത്. പിന്നെ കറി വെക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട്, കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പില എല്ലാം കൂടി ഇട്ട് മൂപ്പിച്ചിട്ട് അത് ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി, തക്കാളി നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മസാലപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി അത് ആ ഒരു മസാലയൊന്ന് മൂത്ത് വരുന്ന സമയമാകുമ്പം ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കണം. എന്നിട്ട് കുറച്ച് പുളി നോക്കി, തക്കാളി നമ്മൾ പുളിക്ക് ചേർത്തിട്ടുണ്ടെങ്കിലും കുറച്ച് പിഴിപുളിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും പാകത്തിന് ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഈ ക്ലീനാക്കി വെച്ചിരിക്കുന്ന ഞണ്ടും കൂടെ ചേർത്ത് അത് വീണ്ടും നന്നായിട്ട് തിളച്ച് പറ്റുന്ന വരെ. ഇപ്പോൾ കറി വേണ്ടവർക്കാണെങ്കിൽ കുറച്ച് ലൂസാക്കി എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ കറി നന്നായിട്ട് വറ്റിച്ചാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് ഇറക്കി വെക്കാം. ഇത്രയും ആയപ്പോഴത്തേക്കും ചോറും കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകാനും ഉണ്ട്, ഇവിടേക്ക് ഒന്ന് തൂക്കണം. അപ്പോഴത്തേക്കും മോള് കരച്ചിലുമായി. പിന്നെ ഞാനതെല്ലാം അവിടെ വെച്ചിട്ട് അവളെ പോയി ഉറക്കിയിട്ടാണ് ബാക്കിയെല്ലാം ചെയ്തത്. പിന്നെ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം വിളിക്കാൻ അച്ഛൻ പോയി. വീഡിയോ കാണുന്നതിനോടൊപ്പം ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് എന്തെല്ലാം കറികളാണ് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇത് മീൻ കറി വറ്റിച്ചത്, ഞണ്ട് റോസ്റ്റ്, ബീട്രൂട്ട് തോരൻ, മീൻ വറുത്തത്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഉച്ചയൂണിനുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ ആഹാരം കഴിക്കട്ടെ. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.